10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലായിട്ടാണ് നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലുങ്കാന 17, ഉത്തർപ്രദേശ് 13, മഹാരാഷ്ട്ര 11, മധ്യപ്രദേശ് 8, പശ്ചിമ ബംഗാൾ 8, ബീഹാർ 5, ഒഡീഷ 4, ജാർഖണ്ഡ് 4, ജമ്മു കാശ്മീർ 1 എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 96 സീറ്റുകളിൽ 49 എണ്ണം കഴിഞ്ഞ തവണ NDA നേടിയതാണ്. അതായത് BJP 42 സീറ്റുകളും DTP 3, ശിവസേന 2, JDU 1, LJP 1 സീറ്റുകളാണ് നേടിയിരുന്നത്. 12 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളും നേടി. കോൺഗ്രസ് 6, തൃണമൂൽ കോൺഗ്രസ് 6, NCP 1, നാഷണൽ കോൺഗ്രസ് 1 എന്നിങ്ങനെയായിരുന്നു സീറ്റുകളുടെ എണ്ണം. BJPക്ക് പുറത്തുനിന്നും പിന്തുണ നൽകിയിരുന്ന YSR കോൺഗ്രസ് 22, BJD 2, BRS 9, AIANDK 2 സീറ്റുകൾ നേടി. ഇതിൽ 11-ൽ 1% താഴെ ഭൂരിപക്ഷത്തിലാണ് ഫലപ്രഖ്യാപനം നടന്നത്. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. UPയിൽ 13ഉം ബംഗാളിൽ 8 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന്. അതേസമയം നാളെ പത്രിക നൽകാനിരിക്കെ വാരണാസിയിൽ നിന്നും വൈകിട്ട് മോദിയുടെ റോഡ് ഷോ നടക്കും. വൈകിട്ട് 4 മണിക്കാണ് റോഡ് ഷോ. നാളെ രാവിലെ 11:30 മോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മുതിർന്ന BJP നേതാക്കളും മോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കും.